രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അല്ലയോ കൈകേയി, നിനക്ക് ഉടനെ തന്നെ നീ ചെയ്ത പ്രവൃത്തിയുടേതായിട്ടുള്ള ക്രൂരമായ ഫലം നേരിട്ട് കാണാം, അനുഭവിക്കാം. അതുകൊണ്ട് ഈ ദുഷ്പ്രവൃത്തിയിൽ നിന്നിട്ട് നീ നിന്റെ മനസ്സിനെ തന്നെ പിന്തിരിപ്പിക്കുക. ഇനിയും അവസരമുണ്ട്, നീ തെറ്റ് തിരുത്തുക. രാമൻ ഇവിടെ യുവരാജാവായിട്ട് നാടിനെ രക്ഷിക്കട്ടെ. ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സൗഖ്യവും ശ്രേയസ്സും ഉണ്ടാകട്ടെ. എങ്കിൽ അത് നിനക്ക് ശ്രേയസ്കരമായി തീരും. കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന വസിഷ്ഠൻ കൈകേയിയോട് ഈ പ്രകാരത്തിൽ പറഞ്ഞു. എന്നിട്ടും കൈകേയിയുടെ മനസ്സിന് യാതൊരു ഇളക്കവുമില്ല. രാമനും ലക്ഷ്മണനും അതേപോലെ തന്നെ സീതയും മരവുരി ധരിച്ച് കാനനത്തിലേക്ക് പോകണം എന്ന നിർബന്ധത്തിൽ നിൽക്കുകയാണ് കൈകേയി. ഈ അവസരത്തിൽ മഹാരാജാവായ ദശരഥൻ ഉടനെ തന്നെ ദുഃഖ ആധിക്യത്താൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സ നിശ്വസ്യ ഉഷ്ണമൈക്ഷോക താം ഭാര്യാം ഇതമബ്രവീത്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട്, ദുഃഖത്തിന്റെ ആധിക്യത്താല് ആ നിശ്വാസത്തിന് വളരെയേറെ ചൂടുണ്ട്. അങ്ങനെ ഉഷ്ണമയമായിരിക്കുന്ന നിശ്വാസത്തോടു കൂടിയിട്ട്, ദീർഘനിശ്വാസത്തോടു കൂടിയിട്ട് ദശരഥ മഹാരാജാവ്, ഇക്ഷ്വാകുക്കളുടെ വംശത്തിൽ പിറന്ന മഹാരാജാവ്, ആ വംശത്തിൽ പിറന്നവർക്ക് ആർക്കും ഈ പ്രകാരത്തിലൊരു ദുർഗതി വന്നിട്ടില്ല. അവർക്കൊരിക്കലും വേദനിക്കേണ്ടി വന്നിട്ടില്ല. അവർക്കൊരിക്കലും ഇങ്ങനെ കരയേണ്ടി വന്നിട്ടില്ല, യാചിക്കേണ്ടിയും വന്നിട്ടില്ല, ഈ പ്രകാരത്തിൽ ദേഷ്യപ്പെടേണ്ടിയും വന്നിട്ടില്ല. ആ ഒരവസ്ഥ ഇതാ സംജാതമായിരിക്കുന്നു. മഹാരാജാവ് ഇങ്ങനെ വളരെയേറെ വേദനയോടുകൂടിയിട്ട് കൈകേയിയോട് പറഞ്ഞു: കൈകേയി കുശചീരേണ ന സീത ഗന്ധുമർഹതി. അല്ലയോ കൈകേയി, സീതാദേവി ഉണ്ടല്ലോ, ഒരിക്കലും സന്യാസിമാരുടെ സമ്പ്രദായത്തില് മരവുരി ധരിച്ചുകൊണ്ട് കാനനത്തിലേക്ക് പോകാൻ പാടില്ല. സീത രാജകുമാരിയാണ്. എങ്ങനെയുള്ള രാജകുമാരി? സുകുമാരി ച ബാലാച സതതം ച സുഖോചിത. സുകുമാരിയാണ്. അത്യന്തം കോമളമായ ശരീരവും കോമളമായ മനസ്സും കോമളമായ ബുദ്ധിയുമുള്ളവളാണ്. പരുഷമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ഇതുവരെ പരിചയിച്ചിട്ടില്ല സീത. അങ്ങനെയുള്ള സാഹചര്യങ്ങളില് സീതയ്ക്ക് വസിക്കാനാവില്ല. അങ്ങനെയുള്ള കോമള സ്വരൂപയായിരിക്കുന്ന സീത എപ്പോഴും സുഖങ്ങളുടെ നടുവിൽ വസിക്കേണ്ടവളാണ്. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. അവൾ നേയം മനസ്യ യോഗ്യേതി. കാനനത്തിൽ പാർക്കാൻ യോഗ്യയല്ല സീത. സീത കൊട്ടാരത്തിൽ പാർക്കേണ്ടവളാണ്. സീതയെ കാനനത്തിലേക്ക് പറഞ്ഞുവിടാൻ പാടില്ല. യഥാർത്ഥത്തില് സത്യമാഹ ഗുരുർമമ, എന്റെ ഗുരു വസിഷ്ഠൻ, സപ്തർഷികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എന്താണോ ഇപ്പൊ പറഞ്ഞത് അത് പരമസത്യമാണ് എന്ന് അറിഞ്ഞുകൊള്ളൂ. അല്ലയോ സീതേ, അല്ലയോ കൈകേയി, അപകാര കൈഹതേ വൈദേഹ്യ ദർശിതോധമേ. അല്ലയോ അധമ പ്രകൃതിയായിരിക്കുന്ന കൈകേയി, നിന്നോട് എന്ത് അപരാധമാണ് സീതാദേവി ചെയ്തിട്ടുള്ളത്? എന്ത് കുറ്റമാണ് സീതാദേവി ചെയ്തിട്ടുള്ളത്? എന്ത് ഉപദ്രവമാണ് നിനക്ക് സീത ചെയ്തിട്ടുള്ളത്? കൊട്ടാരത്തിൽ നിന്നിട്ട് ഈ പ്രകാരത്തില്
കാനനത്തിലേക്ക് സീതയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നേരിയ കുറ്റം പോലും സീത ചെയ്തിട്ടുണ്ടോ? അങ്ങേറ്റം സുകുമാര പ്രകൃതിയായ ഈ സീതയെ മൃദുശീലയായ, എല്ലാ പേരോടും സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറുന്ന, മധുരമായി സംസാരിക്കുന്ന, എല്ലാവർക്കും ആശ്രയമരുളുന്ന, എല്ലാവർക്കും സുരക്ഷിതത്വമരുളുന്ന ഈ സീതയെ ഈ പ്രകാരത്തിൽ അവമതിക്കാൻ നിനക്കെന്തുകൊണ്ട് തോന്നുന്നു? കൈകേയിയോട് ദശരഥ മഹാരാജാവ് ചോദിച്ചു. യഥാർത്ഥത്തിൽ രാമനെ കാനനത്തിലേക്ക് അയക്കുന്നതിലൂടെ നീ കൊടിയ പാതകമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫലം നരകമാണ്. അതിനോടൊപ്പം നീ പരിധിയില്ലാത്തതായ പാതകം ചെയ്യുന്നു. എങ്ങനെ? സീതയ്ക്ക് മരവുരിയും നൽകി സീതയെയും അങ്ങേറ്റം വിപത്തുകളുടെയും ദുഃഖങ്ങളുടെയും ഇരിപ്പിടമായ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിലൂടെ. കൈകേയി ഇത് അരുതാത്തതാണ് എന്ന് മഹാരാജാവായ ദശരഥൻ ആ അവസരത്തില് പറഞ്ഞു. ആ അവസരത്തില് ശ്രീരാമചന്ദ്രൻ അങ്ങേറ്റം വിനയത്തോടു കൂടിയിട്ട്, തൊഴുകയോടുകൂടിയിട്ട് മഹാരാജാവിനോട് സംസാരിക്കുകയാണ്. മഹാരാജാവാണെങ്കിൽ തലയുയർത്തി നോക്കാനുള്ളതായ ശേഷി പോലുമില്ലാതെ തലകുനിച്ച് ഒന്നും പറയാൻ ശേഷിയില്ലാതെ, പറയാനുള്ളതെല്ലാം പല സന്ദർഭങ്ങളിലായിട്ട് അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ട് പറഞ്ഞൊപ്പിച്ചു. തുടർന്നൊന്നും പറയാൻ ശേഷിയില്ലാതെ തലകുനിച്ചിരിക്കുന്ന മഹാരാജാവിനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇയം ധാർമ്മിക കൗസല്യ മമ മാതാ യശസ്വിനി. അല്ലയോ ധാർമ്മികനായിരിക്കുന്ന മഹാരാജാവേ, ഈ നിൽക്കുന്നത് എന്റെ അമ്മ കൗസല്യയാണ്, യശസ്വിനിയായ കൗസല്യയാണ്. കൗസല്യയുടെ സമ്പത്ത് എന്ന് പറയുന്ന യശസ്സാണ്, സൽപ്പേരാണ്. ഈ അമ്മയുടെ സ്വഭാവം ഗുണം കൊണ്ട് ലോകം മുഴുവൻ അമ്മയെ പ്രകീർത്തിക്കുന്നു. അതാണ് അമ്മയുടെ യശസ്. അങ്ങനെയുള്ള എന്റെ ഈ അമ്മയെ, ആ അമ്മ വൃദ്ധ ച അക്ഷുദ്രശീല ച നജത്വം ദേവഗർഹതേ, ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ച അവസ്ഥയിലാണ്. അങ്ങനെ എപ്പോഴും സഹായം ആവശ്യമുള്ള അവസ്ഥയിലാണ്. പിന്നെയോ തെറ്റായിട്ടുള്ള ചിന്തകളും തെറ്റായിട്ടുള്ള പ്രവൃത്തികളും ഇല്ലാത്തവളാണ്, നല്ല ശീലത്തോടു കൂടിയവളാണ് അവൾ. നാളിതുവരെയും അല്ലയോ മഹാരാജാവേ, അല്ലയോ പിതാവേ, അങ്ങയെ കുറ്റം പറഞ്ഞിട്ടില്ല. അങ്ങയിൽ ഒരു ദോഷവും എന്റെ അമ്മ കൗസല്യ കണ്ടിട്ടില്ല. ഇപ്പോഴും ഈ അവസ്ഥയിലും എന്റെ അമ്മ അങ്ങയിൽ ദോഷം കാണുന്നില്ല. ആ അമ്മയെ അങ്ങ് തന്നെ രക്ഷിച്ചു കൊള്ളണം. ഞാൻ പിരിയുന്നത് കൊണ്ട്, കാനനത്തിലേക്ക് പോകുന്നത് കൊണ്ട് അമ്മയ്ക്ക് അസഹനീയമായ ദുഃഖമുണ്ട്. ആ ദുഃഖം അമ്മയെ തളർത്തിക്കളയരുത്, തകർത്ത് കളയരുത്. ഞാൻ അമ്മയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാണ്. പുത്രശോകം യഥാനാർച്ചയത് ത്വയാ പൂജ്യേന പൂജിത മാം ഹി സഞ്ചിന്തയന്തി സ ത്വയി ജീവേ തപസ്വിനി. എന്റെ അമ്മ എന്നെ തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ട്, അമ്മയ്ക്ക് എപ്പോഴും എന്നെ കുറിച്ചായിരിക്കും ചിന്ത, എന്നെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട്. അങ്ങനെ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് അമ്മ അങ്ങയുടെ ആശ്രയത്താൽ, അങ്ങ് നൽകുന്ന ആശ്രയത്താൽ ദുഃഖിതയാണെങ്കിലും ഇവിടെ സുരക്ഷിതയായിട്ട് അമ്മ കഴിഞ്ഞുകൊള്ളട്ടെ. എന്റെ അമ്മയ്ക്ക് പുത്രശോകം ഉണ്ടാകരുത്. ആ പ്രകാരത്തിൽ പൂജ്യനായിരിക്കുന്ന അങ്ങ് എന്റെ അമ്മയെ സംരക്ഷിക്കണം. ദുഃഖത്താൽ അമ്മ തളർന്നു പോകരുത്. ഇത് മാത്രമാണ് ഈ അവസരത്തില് മഹാരാജാവേ എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ മഹാരാജാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദശരഥ മഹാരാജാവിന്റെ ദുഃഖം പരിധിയില്ലാതെ വർദ്ധിച്ചു.
39 സർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സർഗങ്ങളെല്ലാം അനേകം ശ്ലോകങ്ങളാൽ നിബദ്ധമാണ്. പക്ഷേ അവിടുന്നും ഇവിടുന്നും ചില ശ്ലോകങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ വാൽമീകി രാമായണ ചർച്ചയെ പൂർത്തിയാക്കാനാകുള്ളൂ. എല്ലാം ചർച്ച ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് വളരെ വേഗത്തിൽ കടന്നു പോവാണ്. മഹാരാജാവ് വേദനിക്കുന്നു. ഇതെല്ലാം ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്ന് മഹാരാജാവ് പറയാണ്. മന്യേ ഖലു മയാപൂർവം വിവത്സ ബഹവകൃതാഹ പ്രാണിനോ ഹിംസിതാവാപി തന്മാം ഇതമുപസ്ഥിതം. ഇതിനു മുമ്പ് ഞാൻ അനേകം പ്രാണികളെ ഹിംസിച്ചിട്ടുണ്ട്, വിശേഷിച്ച് മൃഗയാലോലനായിട്ട്. കാടുകൾക്കുള്ളില് വേട്ട നടത്തിക്കൊണ്ട് വേട്ടയാടിക്കൊണ്ട് ഞാൻ ധാരാളം മൃഗങ്ങളെ, ഹിംസ്ര മൃഗങ്ങളെ, അല്ലാതുള്ള മൃഗങ്ങളെയും ധാരാളമായിട്ട് ഹിംസിച്ചിട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങളെ കൊല്ലുന്ന അവസരത്തില് പലപ്പോഴും മൃഗങ്ങളുടെ സന്താനങ്ങളെയും കൊന്നിട്ടുണ്ട്. വിവത്സ ബഹവകൃതാഹ, അനേകം മൃഗങ്ങളെ മക്കളില്ലാത്തതാക്കി തീർത്തിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ അമ്പുകൾ കൊണ്ട് കൊന്നിട്ടുണ്ട്. അതാകണം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുജ്ജന്മങ്ങളിലും ഈ ജന്മത്തിലും ധാരാളമായി വേട്ട നടത്തിയിട്ടുണ്ട്. അതിൻ്റെതായ ദുഷ്കൃതം, പാപം അതിതാ ഇപ്പോൾ അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. അതാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന് മഹാരാജാവ് പറയുകയാണ്. ഇത് തന്റെ തന്നെ കുറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ്. വീണ്ടും മഹാരാജാവ് പറയുന്നു, ഏകസ്യാ ഖലു കൈകയ്യ ഹൃദയം ഖിദ്യതേ ജന. ഈ ഒരൊറ്റ കൈകേയി കാരണം ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വേദനിക്കേണ്ട അവസ്ഥയിൽ ചെന്ന് വിട്ടുപോയിരിക്കുന്നു. എന്താ കൈകേയിയുടെ ആ കുറ്റത്തിന് ആസ്പദം? സ്വാർത്ഥത. തന്റെ സുഖത്തെ അവൾ ആഗ്രഹിക്കുന്നു. നിയമത്തെ ലംഘിച്ചുകൊണ്ട്, ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട്, അനുഷ്ഠാനങ്ങളെ ലംഘിച്ചുകൊണ്ട് അരുതാത്ത ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ വളർത്തി അതിനെ പ്രവർത്തിപ്പിച്ച് ഇതാ ലോകത്തെ മുഴുവൻ ഈ കൈകേയി വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ദുഃഖമയമായിരിക്കുന്ന ഈ ചിന്തകൾ വളരെയേറെ ക്ലേശിച്ച് പറഞ്ഞുകൊണ്ട് മഹാരാജാവായ ദശരഥൻ വീണ്ടും ഒന്നും പറയാനാകാതെ മോഹിച്ചു. ആ അവസരത്തില് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തെ തന്റെ അനുജനോടൊപ്പം സീതയോടൊപ്പം ആ മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്താനും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനും ശ്രമിക്കാണ്. അല്പസമയം കഴിഞ്ഞ് ആ മോഹാലസ്യത്തിൽ നിന്നിട്ട് ഉണർന്നപ്പോൾ രാജാവ് സുമന്ത്രരെ വിളിച്ചു. എന്നിട്ട് സുമന്ത്രരോട് പറഞ്ഞു, അല്ലയോ സുമന്ത്രരെ, ഔപവാഹ്യം രഥം യുക്ത്വ ത്വം ആയാഹി ഹയോത്തമൈഹി. അല്ലയോ സുമന്ത്രരെ, ശ്രീരാമചന്ദ്രന് കാനനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാനുള്ളതായ രഥം ഉടനെ തയ്യാറാക്കണം. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതായ കുതിരകളെ പൂട്ടി മനോഹരമായിരിക്കുന്ന രഥത്തെ തയ്യാറാക്കി ഇവിടെ എത്തിച്ചേരുക. മഹാരാജാവ് സുമന്ത്രർക്ക് നിർദ്ദേശം കൊടുത്തു. സുമന്ത്രര് അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ വളരെ മനോഹരമായിരിക്കുന്ന കൊത്തുപണികളെ കൊണ്ട്, ശില്പഭംഗികൾ കൊണ്ട് വളരെയേറെ അലങ്കൃതമായിരിക്കുന്ന സ്വർണഖചിതമായിരിക്കുന്ന രഥവുമായിട്ട് എത്തിച്ചേർന്നു. ദീർഘദൂരം വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള കുതിരകളെ പൂട്ടിയ രഥം മുന്നിൽ വന്നു നിന്നു. ആ അവസരത്തില് മഹാരാജാവിന്റെ കൽപ്പന ഉടനെ ഉണ്ടായി. മഹാരാജാവ് പറഞ്ഞു, വാസാംസിജ വരാർഹാണി ഭൂഷണാനി മഹാന്തിച്ച വർഷാണ്യേതാനി സംഖ്യായ വൈദേഹ്യ ക്ഷിപ്രമാനയ. സീതയ്ക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഈ 14 വർഷങ്ങൾ
14 വർഷമാണല്ലോ രാമൻ കാനനത്തിൽ പാർക്കേണ്ടത്. ഇത്രയും വർഷങ്ങളുടെ കണക്കിലെടുത്തിട്ട് അത്രയും വർഷം ധരിക്കാൻ ആവശ്യമായിട്ടുള്ള ശുഭങ്ങളായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുവരൂ. അതേപോലെ തന്നെ അങ്ങേയറ്റം പവിത്രമായിരിക്കുന്ന മനോഹരങ്ങളായിരിക്കുന്ന ആഭരണങ്ങളും കൊണ്ടുവരൂ എന്ന് മഹാരാജാവ് ഉടനെ തന്നെ കലവറ സൂക്ഷിപ്പുകാരനോട് കൽപ്പിച്ചു. ഉടനെ തന്നെ ഖജനാവിന്റെ മുഴുവൻ ഉദ്യോഗസ്ഥനായിരിക്കുന്ന കോശ അധ്യക്ഷൻ വളരെ വേഗത്തിൽ ചെന്ന് മഹാരാജാവ് കൽപ്പിച്ച പ്രകാരം മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങൾ 14 വർഷം ധരിക്കാൻ വേണ്ടിയിട്ടുള്ളവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ദിവ്യങ്ങളായിരിക്കുന്ന ആഭരണങ്ങളും, ആ ആഭരണങ്ങൾ അധികവും ദേവലോകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ദ്രൻ സമ്മാനമായിട്ട് ദശരഥന് നൽകിയതാണ്.